യാ ഓക്കെ. കർത്താവ് യേശു പറഞ്ഞ ആ ഉപമയ്ക്കകത്ത് രണ്ട് ഭവനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം, രണ്ട് മണലിൻ്റെ പുറത്ത് പണിത ഭവനം. ഈ രണ്ട് ഭവനത്തിന് നേരെയും വലിയ കാറ്റും കോളും പേമാരിയും മഴയും ഒക്കെ പെയ്യുന്നതായിട്ട് കാണുന്നു. വലിയ പ്രതിസന്ധികൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്പ്പാൻ ആശിക്കുന്ന വിഷയം, നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ വരുമ്പോൾ പ്രവാചകന്മാർ യേശുവിൻ്റെ വരവിന് മുമ്പ് ഇപ്രകാരം രേഖപ്പെടുത്തി, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. അപ്പോൾ യേശു ക്രിസ്തു ലോകത്തിൽ വരുമ്പോൾ അവൻ ആ രാജ്യത്തെ ഗവൺമെന്റിനെ ഷോൾഡറിൽ ചുമന്നുകൊണ്ടാണ് യേശു വന്നത്. യേശുവിൻ്റെ പ്രസംഗം ദൈവരാജ്യമായിരുന്നു. യേശു പഠിപ്പിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു. യേശു ക്രിസ്തു ആ ഒരു പ്രധാന ദൗത്യം പ്രസംഗിക്കുവാനായിട്ട് വന്നു എന്ന് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണാൻ പറ്റും. അപ്പോൾ യേശു പറഞ്ഞിട്ടുണ്ട്, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ ഈ ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഭ അവൻ സ്ഥാപിച്ചു. ആ സഭ മുഖാന്തരം കർത്താവ് തൻ്റെ രാജ്യത്തെ ലോകത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഭൂമി മുഴുവൻ ഒരു ക്രൈസിസിലൂടെ പോകുന്ന കാലഘട്ടമാണ്. ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ ക്രൈസിസിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ രാജ്യത്തിന് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? അല്ലെങ്കിൽ എന്താണ് ദൈവരാജ്യം അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ ഇങ്ങനൊരു ക്രൈസിസിനെ സംബന്ധിച്ച് പറയാനുള്ളത്? ഇത് നമ്മൾ വ്യക്തമായിട്ട് അറിയണം. അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം ഞാൻ പറയാം. ഈ ലോകത്തിൽ രണ്ട് പ്രധാന സിസ്റ്റമാണ്. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ദൈവം മനുഷ്യരാശിക്ക് വേണ്ടി മുഴുവൻ അവിടുത്തെ പുത്രൻ മുഖാന്തരം ക്രൂശിൽ യൂണിവേഴ്സൽ അറ്റോൺമെന്റ് ചെയ്തു കഴിഞ്ഞു. യൂണിവേഴ്സലി എല്ലാ മനുഷ്യരെയും തന്നോട് നിരപ്പിച്ചു കഴിഞ്ഞു. രണ്ട്, യൂണിവേഴ്സലി യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ഗോഡ് redeemed everyone, സകലരെയും അവൻ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. എന്നാൽ യൂണിവേഴ്സലി എല്ലാവർക്കും ആ മഹാത്തെയും രക്ഷയെയും അനുഭവിക്കാനായിട്ട് കഴിയാതെ ഇരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ക്രിസ്തു ക്രൂശിൽ സ്ഥാപിച്ച അതിമഹത്തായ ആ വീണ്ടെടുപ്പിനെ, ആ രക്ഷയെ മനുഷ്യരാശി മുഴുവൻ അനുഭവിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കർത്താവായ യേശുവിന്റെ ക്രൂശ് സകല മനുഷ്യരെയും ഉൾക്കൊണ്ടതാണ്. ആ കാൽവറിയിൽ ആദം മുതൽ ഭൂമിയിൽ ഇനി പിറക്കാൻ പോകുന്ന അവസാനത്തെ മനുഷ്യൻ വരെ ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് പരമയാഥാർത്ഥ്യമാണ്. ഒരാളിനെയും അതിൽ നിന്ന് വേർതിരിക്കാനായിട്ട് പറ്റില്ല. എല്ലാവരും ആ ക്രൂശുമായിട്ട് കണക്റ്റഡ് ആണ്. പിതാവ് മനുഷ്യനെ മുഴുവൻ ഓൾമോസിനെ തൻ്റെ പുത്രൻ മുഖാന്തരം നിരപ്പിച്ചു എന്ന് നാം വിശുദ്ധ ബൈബിളിൽ വായിക്കും. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ക്രൈസിസിനും, എല്ലാ പ്രതിസന്ധികൾക്കും ആൻസർ കർത്താവിൻ്റെ രാജ്യം മുഖാന്തരം മാത്രമേ ലഭ്യമാകത്തുള്ളൂ. ഞാൻ ക്രിസ്തീയ മണ്ഡലത്തിൽ ഇതിനെ രണ്ട് പ്രധാന വ്യൂവിലാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഒന്ന്, ഒരു പ്രശ്നം കാണുമ്പോൾ, ഇതുപോലൊരു സാമ്പത്തിക ലോകത്തും ആരോഗ്യ ലോകത്തും അല്ലെങ്കിൽ ഈ കാണുന്ന ഭൗതിക ലോകത്ത് പ്രതിസന്ധി കണ്ടാൽ ഉടനെ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണ് എന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ക്രിസ്തീയ ലോകത്തുണ്ട്. ഏത് തിന്മ കണ്ടാലും ഏത് കൊള്ളരുതായ്മ കണ്ടാലും നമ്മൾ ഉടനെ ചിന്തിക്കുന്നത് അത് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണമെന്നാണ്. എന്നാൽ ഞാൻ ആ വ്യൂവിലല്ല നിൽക്കുന്നത്. കാരണം നമ്മുടെ കർത്താവായ യേശു ലോകത്തിൽ വരുമ്പോൾ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും. എന്നിട്ട് ദൂതൻ മുഖാന്തരം മറിയയോട് സംസാരിക്കുമ്പോൾ, പരിശുദ്ധ മറിയയോട്, വിശുദ്ധയായ സ്ത്രീയോട് ദൈവത്തിന്റെ ദൂതൻ സംസാരിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ പിതാവായ ദൈവം അവന് ദാവീദിന്റെ സിംഹാസനം കൊടുക്കും, അവന്റെ രാജത്വത്തിന് അവസാനമുണ്ടാവുകയില്ല. അപ്പം ഒരു കാലത്തും അവസാനിക്കാത്ത
ഒരു രാജ്യവുമായിട്ടാണ് യേശു വന്നത്. ഇനി യേശു സ്ഥാപിക്കാനായിട്ട് വരും എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇനി യേശു വരാൻ പോകണം, അത് തെറ്റായ ഒരു ധാരണയും ഒരു അബദ്ധ ഉപദേശവുമാണ്. ഞാനിത് സ്നേഹത്തിൻ്റെ ആത്മാവിലാണ് പറയുന്നത്. കാരണം യേശു വന്നപ്പോഴേ അവന് മുന്നോടിയായിട്ട് വന്ന യോഹന്നാൻ എന്ന പ്രവാചകനോട് പറഞ്ഞ മെസ്സേജ് എന്താ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നത് പ്രസംഗിക്കാനാണ് വന്നത്. അപ്പോൾ യേശു വന്നിട്ട് ദൈവരാജ്യം പ്രസംഗിച്ചു. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ. എന്നിട്ട് യേശു കർത്താവ് പറഞ്ഞു, ചെറു കൂട്ടമേ നിങ്ങൾ ഭയപ്പെടണ്ട, രാജ്യം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്ന്. അപ്പം ഈ രാജ്യവും യേശു ഭൂമിയിൽ വന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇന്ന് ക്രൈസ്തവ ലോകം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ധാരണയിലാണ്. ആ ധാരണ ഇതാണ്: കുറച്ച് കഴിയുമ്പോൾ യേശു വരാൻ പോവുകയാണ്, വന്നിട്ട് യേശു ഒരു രാജ്യം വീണ്ടും സ്ഥാപിക്കാൻ പോകും. അത് വളരെ അബദ്ധമായിട്ടുള്ള ഒരു ഉപദേശമാണ് എന്ന കാര്യം മറന്നു പോകരുത് എന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കും. കാരണം മനുഷ്യരാശിയെ രക്ഷിക്കാൻ വന്ന കർത്താവ് അവൻ ഭൂമിയിൽ വന്ന് മനുഷ്യന് നഷ്ടപ്പെട്ട അവന് തിരികെ കൊടുത്തു. ആ രാജ്യം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. 2000 വർഷമായിട്ട് ആ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നു. പാലസ്തീൻ്റെ ചെറിയ കോണിൽ ആരംഭിച്ച ഈ ദൈവരാജ്യത്തിൻ്റെ പദ്ധതി ഇന്ന് ലോകത്തിൻ്റെ 5 വൻകരകളിലും 1000 10,000 ദ്വീപുകളിലും അതിശക്തമായ നിലയിൽ ഒരു സ്ത്രീ പുളിച്ച മാവിൽ 3 പറ മാവിൽ പുളിപ്പ് കൊണ്ടിട്ടപ്പോൾ എങ്ങനെ അത് 3 പറ മാവിനെയും പുളിപ്പിച്ചുവോ അതുപോലെ കർത്താവിൻ്റെ രാജ്യം സകല ലോകത്തെയും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം മറന്നു പോകരുത്. ഇനി വന്നിട്ടൊരു രാജ്യം സ്ഥാപിക്കും എന്ന അബദ്ധധാരണ ക്രൈസ്തവരുടെ ഇടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യം ഞാൻ മറക്കുന്നില്ല. ഞാൻ ആ ഉപദേശങ്ങൾ പോകുന്നില്ല, കാരണം അത് ധാരണ തെറ്റാണെന്ന് അവർക്ക് തന്നെ ഒരു കാലത്ത് മനസ്സിലാകട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ ഇന്ന് ഇവിടെ പ്രതിസന്ധികളുടെ നടുവിലാണ്, രോഗങ്ങളുടെ നടുവിലാണ്. 1-2 പ്രധാന കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വളരെ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ആളുകൾ ദൈവത്തെ പഴി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവത്തെ പഴി പറയുന്നത്, ദൈവം എന്തിയെ? അപ്പം സഭകളെല്ലാം പൂട്ടിക്കിടക്കുക. സഭകളെല്ലാം പൂട്ടിക്കിടക്കുന്നത് ഞങ്ങളുടെ, ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം, സഭ യോഗം നടത്താനുള്ള ഭയം എനിക്കില്ല. ഞങ്ങളുടെ സഭയിലെ ഒരാൾക്കും അവിടെ വന്ന് മീറ്റിംഗ് നടത്താനുള്ള യാതൊരു ഭയവുമില്ല. കൊറോണ എന്ന് പറയുന്ന വൈറസിനെയും ഞാൻ ഭയപ്പെടുന്നില്ല, എൻ്റെ കൂട്ടത്തിലുള്ളവർ ഭയപ്പെടുന്നത് എനിക്കറിയത്തില്ല. എന്നാൽ എന്തുകൊണ്ട് നമ്മൾ മീറ്റിങ്ങുകൾ നടത്തുന്നില്ല എന്നതിൻ്റെ കാരണം, ഇന്ന് ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നിയമം അത് ക്രൈസ്തവ ലോകത്തിന് വിരുദ്ധമായിട്ടല്ല. ക്രൈസ്തവ വിരുദ്ധമായിട്ടും ആരാധന നടത്താൻ പാടില്ല എന്ന് കർക്കശത്തോടെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എങ്കിൽ 100% ഇന്ന് ഈ കൃത്യസമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ മീറ്റിംഗ് നടന്നേനെ. അത് 100%. പക്ഷേ ഗവൺമെൻറ്റും ഉത്തരവാദിത്തപ്പെട്ടവർ അത് വളരെ ആധികാരികമായിട്ട് അത് നാടിൻ്റെ നന്മയ്ക്കും ദേശത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മുടെ ആത്മീയ യോഗങ്ങളെ വേണ്ടെന്ന് വെക്കുന്നത്. അല്ലെങ്കിൽ ഇത് സുവിശേഷ വിരോധമല്ല, ഇത് മറ്റാർക്കും എതിരെയുള്ള ഒരു വർത്തമാനമല്ല, മറിച്ച് സാമൂഹിക പരിരക്ഷയ്ക്ക് ഗവൺമെൻറ് എടുക്കുന്ന ഉത്തരവാദിത്വമായ തീരുമാനത്തോട് രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട ഒരു പൗരൻ എന്ന നിലയിൽ നാം അത് അനുസരിച്ചേ മതിയാകൂ എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പം ദൈവം എന്തിയെ, സഭ എന്തിയെ, പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്തിയെ, പ്രാർത്ഥനാവീരന്മാരെന്തിയെ, ശാന്തിക്കാരെന്തിയെ എന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൽ ആദ്യത്തെ ബലിയാടായിട്ട് നിൽക്കുന്നത് ദൈവമാണ്. ദൈവം പ്രശ്നക്കാരനാണ്, ദൈവമാണ് ഇത് വരുത്തിയത്. ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയാം, ഈ കാണുന്ന ഒരു ഈവിളിൻ്റെ പിറകിലും സ്നേഹനിധിയായ പ്രകാശങ്ങളിൽ അധിവസിക്കുന്ന സകല നന്മയും പകരുന്ന നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഴ പെയ്യിക്കുന്ന സ്നേഹനിധിയായ ദൈവത്തിന് നന്മയ്ക്ക് ഒരു പോയിന്റ് പോലും പങ്കില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ദൈവത്തെ ഇതിൽ നിന്ന് നമ്മൾ സ്വതന്ത്രമാക്കണം. ഗോഡ് ഹാസ് ടു ബി ഫ്രീ ഫ്രം ദീസ് ഈവിൾ തിങ്. സോ ദൈവം ഇതിൻ്റെ ഉത്തരവാദി അല്ല. ചില ആളുകൾ വളരെ ഘോരം പറഞ്ഞ് ദൈവത്തിന് അങ്ങനെ ശാപം ദൈവം ആരുടെ മേലും വയ്ക്കാറില്ല, ദൈവം ആരെയും കൊല്ലാറില്ല, ദൈവം ആർക്കെതിരെയും ഡിസ്റ്റാറില്ല. നമ്മൾ പഴയ നിയമ ഭാഗങ്ങളിൽ ചില ഭാഗങ്ങൾ വായിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ട ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളുണ്ട്. പഴയ നിയമത്തിലെ ഭാഗങ്ങളൊക്കെ ചെങ്കടലിൽ മുക്കിക്കൊന്നു, അത് ഇതെങ്ങനെ ഒത്തിരി ഒരുപാട് ബ്ലഡ് ഷെഡിങ് സ്റ്റോറീസ് നമുക്ക് ഓൾഡ് ടെസ്റ്റമെന്റ് പുസ്തകങ്ങളിൽ കാണാൻ പറ്റും.
സോ ആ കോൺസെപ്റ്റ് വെച്ച് നമ്മൾ വിചാരിക്കും ദൈവം ഇപ്പോഴും തല്ലുന്നുണ്ട്, ദൈവം കൊല്ലാൻ വരികയാണ്, ദൈവം താണ്ടെ ചൈനയെ ശിക്ഷിക്കുന്നു, ദൈവം ബ്രിട്ടനെ ശിക്ഷിക്കുന്നു. സോ ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി ധാരണകൾ നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ മതത്തിന്റെ മനസ്സിൽ നിന്ന് വരാറുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ തിന്മയ്ക്ക് ദൈവത്തിന് പങ്കില്ല. നമ്മുടെ ദൈവം 100% ഇമ്മാനുവേൽ എന്നാണ് അവന്റെ പേര്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവൃത്തിയുടെ ദൂത് വാഹിച്ച ദൈവദൂതൻ മറിയോടും ജോസഫിനോടും പറയുന്നുണ്ട്, നിനക്കൊരു മകൻ ജനിക്കുമ്പോൾ യേശു എന്ന് പേരിടണം, തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിക്കൊണ്ട് യേശു എന്ന് പേരിടണം. തൊട്ട് താഴെ പറയുന്നു, പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞതുപോലെ അവൻ ഇമ്മാനുവേൽ എന്ന്, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാൻ, ദൈവം നമ്മോട് കൂടെ. അതായത് യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ അവതാരത്തിന് ശേഷം ദൈവം സ്വർഗത്തിൽ ഇരിക്കുകയല്ല, ദൈവം മനുഷ്യന്റെ കൂടെയാണ്. ഇതൊരു പച്ച യാഥാർത്ഥ്യമാണ്. ഇന്ന് കൊറോണ എന്ന് പറയുന്ന വ്യാധി ലോകം മുഴുവൻ പടർന്നിരിക്കുകയാണെങ്കിൽ 100% ദൈവം മനുഷ്യരുടെ കൂടെ ഉണ്ട് എന്നത് അതിലും വലിയ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ദൈവം പൗലോസിന്, അപ്പോസ്തലന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായി എണ്ണപ്പെട്ടിരുന്ന പൗലോസ് അപ്പോസ്തലന് സുവിശേഷത്തെക്കുറിച്ചുള്ള ധാരണ കൊടുക്കുമ്പോൾ, അത് വിശദീകരിക്കാൻ എനിക്ക് ടൈമില്ല, ക്രിസ്തുവിനെ അവനിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദം തോന്നിയ, ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദം തോന്നിയപ്പോഴാണ്. അതിന്റെ അർത്ഥം പൗലോസിനെ കൊണ്ടുപോയി മരുഭൂമിയിൽ ഇരുത്തി ദൈവം ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുത്തു എന്നല്ല ഗലാത്യ ലേഖനം 1:15 വായിക്കുന്നത്. ദൈവം ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുത്തു എന്നല്ല, മറിച്ച് പൗലോസിൽ ക്രിസ്തു എന്ന വെളിപ്പെടുത്തി കൊടുത്തു. അതായത് ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദം തോന്നി. അതായത് യേശു ക്രിസ്തുവിന്റെ സഭയെ മുടിച്ച് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രവും വാങ്ങി, പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരത്തിന്റെ പത്രവും വാങ്ങി ക്രിസ്തീയ സഭയെ മുടിക്കാൻ നടന്ന മാഫിയ തലവനെ ദൈവം ദമസ്കോസിൽ വെച്ച് തെരഞ്ഞെടുത്ത ആ ആളിനെ സുവിശേഷത്തിനായിട്ട് വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിനക്കൊരു മർമ്മം വെളിപ്പെടുത്താൻ പോവാണ്. എന്താണ്? ക്രിസ്തുവിനെ നിനക്ക് വെളിപ്പെടുത്താൻ പോവല്ല, മറിച്ച് നിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് എന്നത് വെളിപ്പെടുത്താൻ 3.5 വർഷം അറേബ്യ മരുഭൂമിയിൽ അവനെ ഇരുത്തുകയാണ്. അതായത് ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ അവനെ അറേബ്യ മരുഭൂമിയിലേക്ക് വിടേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാനാണെങ്കിൽ അപ്പോസ്തലന്മാരുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ജഡരക്തങ്ങളോട് അനുവാദം ചോദിക്കാതെ, അവരുടെ ആശയങ്ങൾ പഠിക്കാൻ പോകാതെ താൻ അറേബ്യ മരുഭൂമിയിലേക്ക് പോകുന്നു. എന്തിനാ? യേശുവിനെ കുറിച്ച് അറിയുന്നതല്ലായിരുന്നു സുവിശേഷം. യേശു ഈ മഹാഭാവിയായ, ഈ മാഫിയ തലവനായ ക്രിസ്തുവിനെ ഉപദ്രവിച്ചു നടന്ന എന്റെ ഉള്ളിൽ ആ ക്രിസ്തു വസിക്കുന്നു എന്നതായിരുന്നു പച്ച യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കിപ്പിക്കാൻ പത്രോസിന് പറ്റില്ല, യോഹന്നാന് പറ്റില്ല, യാക്കോവിന് പറ്റില്ല, യൂദയ്ക്ക് പറ്റത്തില്ല, ശിമിയോന് പറ്റത്തില്ല, തദ്ദായിക്ക് പറ്റത്തില്ല. അതായത് അപ്പോസ്തലന്മാരിൽ ഒരാൾക്ക് പോലും ഈ പച്ച യാഥാർത്ഥ്യം, ഈ യാഥാർത്ഥ്യത്തെ പൗലോസിന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കിക്കാൻ വേണ്ടി ദൈവം തന്നെ അദ്ദേഹത്തെ കൊണ്ടുപോയി മരുഭൂമിയിൽ ഇരുത്തി പഠിപ്പിച്ചു, ക്രിസ്തു നിന്നിലുണ്ടെന്ന്. അപ്പൊ ഇന്ന് ഭൂമിയിലുള്ള 750 കോടി ജനത്തിന്റെ അകത്തും ക്രിസ്തു ഇരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ക്രിസ്തു സകല മനുഷ്യരുടെ ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശയായിട്ടിരിക്കുന്നു. ദൈവം നമ്മോട് കൂടെ എന്ന ഒരു പച്ച പരമയാഥാർത്ഥ്യം, അൾട്ടിമേറ്റ് ട്രൂത്ത്, വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് പഠിപ്പിച്ചു തരിക. ഇപ്പം പ്രതിസന്ധികളിലായിരിക്കുന്ന ജനങ്ങൾ, രോഗത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾ, ഇവരുടെ ഒന്ന് ഇമ്മാനുവേൽ ഉണ്ട്, 2 മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഓരോ മനുഷ്യരുടെ ഉള്ളങ്ങളിലും വസിക്കുന്നു, ഓരോ ഹൃദയങ്ങളിലും വസിക്കുന്നു. രണ്ടാമത്തത്, ദൈവം നമ്മോടുകൂടെ എന്ന വെളിപ്പാടെടുത്ത് നോക്കിക്കേ. ഈ പോകുന്ന പ്രതിസന്ധികളിൽ ദൈവം കാഴ്ചക്കാരനല്ല, ദൈവം ദൂരെ നിന്ന് ഇത് വീക്ഷിക്കുകയല്ല, ദൈവം ഈ പ്രതിസന്ധികൾക്കകത്താണ്. ഇതാണ് യാഥാർത്ഥ്യം. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, മനുഷ്യന്റെ പ്രതിസന്ധികളുടെ കൂടെ ഉണ്ട് ദൈവം. ഗോഡ് വിത്ത് us. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇന്നൊരാൾ വളരെ ക്രിട്ടിക്കലായിട്ട് വെന്റിലേറ്ററിൽ കഴിയുമ്പോൾ ഗോഡ് ഈസ് ഇൻ വെന്റിലേറ്റർ. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ സൂക്ഷ്മമായിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഗോഡ് ആ വെന്റിലേറ്ററിലാണ്.
ആ മനുഷ്യന്റെ പ്രതിസന്ധിയുടെ കൂടെ ദൈവമുണ്ട്. ദൈവം ദൂര സിംഹാസനത്തിൽ ഇതെല്ലാം കയ്യും കെട്ടി കണ്ടുകൊണ്ടിരിക്കുകയല്ല. മനുഷ്യന്റെ വേദനയുടെ നടുവിൽ ഗോഡ് ആ മനുഷ്യന്റെ കൂടെയുണ്ട്. അവന്റെ ഇരുളിൽ, അവന്റെ ഭയത്തിൽ, അവന്റെ ഒറ്റപ്പെടലിൽ, അവന്റെ നിരാശ, അവന്റെ മരണഭീതിയിൽ, ആ സന്ദർഭത്തിൽ ഇമ്മാനുവേൽ ആ വ്യക്തിയുടെ കൂടെയുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. ഇത് മാറ്റാൻ പറ്റില്ല. ഇതാർക്കും പ്രാർത്ഥിച്ചു വരുത്താൻ പറ്റുന്ന കാര്യമല്ല. കാരണം ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ അവതാരത്തോടുകൂടെ ദൈവം മനുഷ്യനെ വിട്ട് ദൂരെയല്ല. അപ്പൊ ദൈവത്തെ കുറ്റം പറയേണ്ട ആവശ്യം ഇതിനകത്തില്ല. ഇവിടുത്തെ പ്രശ്നം കിടക്കുന്നത്, ഞാൻ ഒരു കാര്യത്തിൽ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നത്, അത് ഞാൻ സ്നേഹത്തോടു കൂടിയാണ്. ക്രിസ്തുവിന്റെ സഭ ക്രിസ്തു നൽകിയ ദൗത്യത്തിൽ നിന്ന് പുറത്തുപോയി എന്നത് യാഥാർത്ഥ്യമാണ്. ഇന്ന് നമ്മുടെ പ്രസംഗകരുടെ എല്ലാം ലക്ഷ്യം സഭയാണ്. കാരണം അവർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന എന്താണ്? ഈ സഭ ഇങ്ങനെ പ്രത്യേകിച്ച് കഴുകി ശുദ്ധയും ശുഭ്രവും ചുളുക്കമില്ലാത്ത, കറയില്ലാത്ത, വാട്ടമില്ലാത്ത ഇങ്ങനെ ശുദ്ധമാക്കി വെച്ചോണ്ടിരിക്കണം. എന്തിനാ? യേശു ഇങ്ങോട്ട് വന്ന് ഇതിനെ എടുത്തോണ്ട് പോകാൻ പോവാ. ഇതൊരു പരമവിഡിതരാണ്. ഇത് പ്രസംഗിക്കുന്നത്, എന്നോട് പിണങ്ങണ്ട, പരമവിഡിതരാണ്. യേശു ക്രിസ്തുവിന്റെ സഭ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ പിന്നെ ഈ ഭൂമി എന്തിനാ? ഉപ്പിനെ ഭൂമിയിൽ നിന്ന് എടുത്താൽ പിന്നെ എന്തുകൊണ്ട് രുചി വരുത്താൻ പറ്റും? വെളിച്ചത്തെ ഭൂമിയിൽ നിന്ന് എടുത്താൽ പിന്നെ ഈ ഭൂമി പിന്നെ എന്തിനാണ്? ഈ ഭൂമിയിൽ നിന്ന് സഭയെ എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്ന ഭോഷ്ക്ക് നിങ്ങളുടെ പ്രസംഗകർ നിർത്താൻ പറയണം. കാരണം അവന്റെ രാജ്യത്വത്തിന് അവസാനമില്ല എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അവൻ വന്നപ്പോൾ ആ രാജ്യത്തെ തോളിൽ ചുമന്നുകൊണ്ട് വന്നു എന്ന് വചനം പറയുന്നു. അപ്പൊ യേശു ക്രിസ്തു തോളിൽ ചുമന്നുകൊണ്ട് വന്ന രാജ്യം ഇന്ന് ഭൂമിയിലുണ്ട്. അപ്പൊ യേശു, അപ്പൊ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ, ഇന്ത്യയിൽ ദൈവത്തിന്റെ രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ ജീവിത ശൈലിയാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ രാജ്യത്തിൽ പ്രവേശിക്കാൻ ചിലർക്ക് പറ്റുന്നില്ല എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുകയാണ്. സോ ഈ രാജ്യം എവിടെയുണ്ട്? ആ രാജ്യത്തിന്റെ ദൂതുവാഹികൾ എവിടെയുണ്ട്? ആ രാജ്യത്തെ പണിയുന്നവർ ഇതിനകത്തുണ്ട്. കർത്താവ് പീലാത്തോസിനോട് പറഞ്ഞൊരു വാചകമുണ്ട്, എന്റെ രാജ്യം ഐഹികമല്ല. ഐഹികമായിരുന്നെങ്കിൽ എന്റെ ചേവകർ പോരാടുമായിരുന്നു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ രാജ്യം ഐഹികമല്ല. ഐഹികമല്ലാത്ത ഒരു രാജ്യം, ആത്മീക രാജ്യം. അതുകൊണ്ടാണ് കർത്താവിന്റെ മുന്നോടിയായി വന്ന യോഹന്നാൻ ഇങ്ങനെയാണ് പ്രസംഗിച്ചത്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. The kingdom of God is at hand. So repent, metanoia, change your mind. Change your religion എന്നല്ല പറഞ്ഞത്. Change your circumstance, change your worship system എന്നല്ല പറഞ്ഞത്. Change your mind. Because your mind is a religious mind. Your mind is a religious mind. So change your mind towards the kingdom. So ബീഡി വലി മാറ്റുന്നത്, നമ്മുടെ ഇപ്പം മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? കൂടി നിർത്തുക, ബീഡി നിർത്തുക, പോയില ചവയ്ക്കുന്നത് നിർത്തുക, മദ്യപാനം നിർത്തുക, കഞ്ചാവ് വലിക്കുന്നത് നിർത്തുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ മാനസാന്തരം എന്ന വാക്ക് വെച്ചിരിക്കുന്നത്. പക്ഷെ ബൈബിളിൽ ആദ്യമായിട്ട് മാനസാന്തരം എന്ന് പുതുനിയമം പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യന്റെ പാപത്തെ ചൂണ്ടിക്കാണിച്ചിട്ടല്ല, ദൈവരാജ്യത്തെ ചൂണ്ടിക്കാണിച്ചിട്ട്. അപ്പൊ രാജ്യത്തെ കൊണ്ട് കാട്ടിയിട്ട് പറയാണ് ചേഞ്ച് യുവർ മൈൻഡ്. കാരണം ഈ രാജ്യം വരേണ്ടത് നമ്മുടെ മൈൻഡിലാണ്, നമ്മുടെ നമ്മുടെ ചിന്താഗതിയിലാണ് ഈ മൈൻഡ് വ്യാപരിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ മൈൻഡ് ഡോമിനേറ്റ് ചെയ്യേണ്ടത്, ഈ രാജ്യം ഡോമിനേറ്റ് ചെയ്യേണ്ടത്, ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ ഡോമിനേറ്റ് ചെയ്യേണ്ടത് ഓരോരുത്തന്റെ ഹൃദയത്തിലും മനസ്സിലുമാണ്. സോ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഈ ഭൂമിയിൽ കൃത്യമായിട്ട് ചെയ്യാനുള്ള ചില ദൗത്യങ്ങളുണ്ട്. അപ്പൊ കർത്താവ് എന്ത് ചെയ്യുന്നൊരു ചോദ്യമുണ്ട്, സഭ എന്ത് ചെയ്യുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ഇവിടുത്തെ നിരീശ്വരവാദികൾ കുറ്റം പറയാം. നിങ്ങൾ ഈ ദൈവദാസന്മാർക്ക് അവസരം കൊടുക്കുക. നിങ്ങളെ എല്ലാവരും പിടിച്ച് തടങ്കലിലാക്കിയിട്ട് യേശു എന്തിയെ, രാജ്യം എന്തിയെ, പ്രസംഗിക്കുന്നവരെന്തിയെ, പ്രാർത്ഥിക്കുന്നവരെന്തെന്ന് കുറ്റം പറയരുത്. കൊറോണക്കാരെ കൊണ്ടുവന്ന സൗഖ്യമാക്കാൻ യേശുവിന് പറ്റുമെന്നേ. അവന്റെ അടിപ്പിണരുക സൗഖ്യം. കാരണം ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, യേശു തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്, നിങ്ങൾ പോയി ദൈവരാജ്യം പ്രസംഗിക്കണം, രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം. അപ്പൊ ആദ്യം കിങ്ഡം ഓഫ് ഗോഡ് ആണ് നിങ്ങളുടെ പ്രസംഗ വിഷയമെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ ഇതെല്ലാം
അതിന്റെ തൊട്ടുപുറകെ വരും. ദ കിങ്ഡം ഓഫ് ഗോഡ് പ്രസംഗിക്കുന്ന ഇടങ്ങളിൽ ഇത് വെളിപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. സോ ഇനി പറഞ്ഞു വരുന്നത്, ദൈവരാജ്യം എന്നതാണ് നമ്മുടെ സഭ ഇന്ന് ഒത്തിരി സെൽഫിഷാണ്. നമ്മുടെ സഭകൾ സെൽഫിഷാണ്. സഭകൾ ലക്ഷ്യമില്ലാതെ ഓടുന്ന കപ്പലുകളാണ്. കപ്പലുകൾ ലക്ഷ്യമില്ലാതെ ഓടുന്ന പോലെ ഓടുകയാണ്. കർത്താവ് വരാൻ പോകും. ഞങ്ങൾ ഇതൊന്നും നിങ്ങളുടെ ചിന്തയിൽ നിന്ന് എടുത്തു മാറ്റുക. ലോകത്തിന് പ്രയോജനമില്ലാതെ നിങ്ങൾ ജീവിക്കരുത്. ആ രാജ്യം സ്ഥാപിക്കുക. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും നിറയുന്ന ഒരു രാജ്യം ഭൂമിയിൽ ഉണ്ടാകും. അവന്റെ പരിജ്ഞാനം കൊണ്ട് സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് ഭൂമി മുഴുവൻ നിറയുമെന്നാണ്. സോ ആ രാജ്യമാണ് ഇന്ന് നമ്മൾ കാണുന്ന മുഴുവൻ ഈവിളിന്റെയും ആൻസർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രതിസന്ധി കാണുമ്പോൾ, മരണം കാണുമ്പോൾ, വൈറസ് കാണുമ്പോൾ, പ്രശ്നം കാണുമ്പോൾ യേശു വരാൻ പോവുക എന്ന് പറയുന്ന ഒരു കൂട്ടം മതതീവ്രവാദികൾ. പക്ഷേ കർത്താവിന്റെ രാജ്യത്തിന്റെ ചിന്ത ഹൃദയത്തിലുള്ള ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ പറയാം, ഈ പ്രതിസന്ധി കാണുമ്പോൾ, ഈ തോൽവി കാണുമ്പോൾ, ഈ ഈവിൾ കാണുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് യേശു വരുന്നു എന്ന ചിന്തയല്ല. പിന്നെയോ കർത്താവിന്റെ രാജ്യം ഇനിയും പ്രബലപ്പെടണം. രാജ്യം അതിന്റെ ശക്തിയിൽ വെളിപ്പെടണം. വെളിച്ചം ക്ലിയർ ആയിട്ട് വെളിപ്പെടണം. ഇരുൾ അപ്രത്യക്ഷമാകണം. ഉപ്പിന് കാരമില്ലാതെ പോയ ഉപ്പുകൾക്ക് കാരമുള്ള ഉപ്പായി മാറണം. കർത്താവ് വരുന്നതിന്റെ മാറ്റൊലി അല്ല ഈ കൊറോണ. നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചപ്പം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ വന്നപ്പോൾ റോഡിലൂടെ യാത്ര ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ആ റോഡിന്റെ ഇരുവശത്തും മതിലുകൾ പൊക്കിക്കട്ടി ആ റോഡ് മുഴുവൻ ഗാർഡൻ കൊണ്ട് നിറച്ച് ആ പട്ടണത്തെ മൊത്തം മനോഹരമാക്കി. ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് ഭൂമി അവിടെ ആ പട്ടണത്തിൽ വന്നപ്പോ ആ നാട് മനോഹരമാക്കിയെന്നാണ് കാണുന്നത്. പക്ഷെ നമ്മുടെ ആളുകൾ യേശുവിന്റെ വരവ് എന്ന് പറയുമ്പോൾ ഒരിടത്ത് കൊറോണ, വേറൊരിടത്ത് അക്രമം, വേറൊരിടത്ത് കൊച്ചുങ്ങളെ പീഡിപ്പിക്കുന്നു, മറ്റൊരിടത്ത് കൊലപാതകങ്ങള്, ഇപ്പുറത്ത് ദാരിദ്ര്യം, അപ്പുറത്ത് യുദ്ധം, ഇപ്പുറത്ത് തീവ്രവാദം. സോ കർത്താവിനെ എതിരേക്കാൻ നിൽക്കുന്നത് പൂമാലയും മനോഹരമായ സിറ്റി അല്ല, പിന്നെന്തുവാ? ഒരു കൂട്ടം അഴുക്കും ഈവിളും തിന്മയും സകല കൊള്ളരായ്മയും റോഡിന്റെ ഇരുവശത്ത് ഇങ്ങനെ നിരത്തി പിടിപ്പിക്കുക നമ്മുടെ പ്രസംഗര്. യേശു വരാൻ വേണ്ടി യേശു ക്രിസ്തുവിനെ എതിരേക്കുമ്പോൾ കൊണ്ടുപിടിക്കുന്ന താലപ്പൊലിയാണെന്ന് പോലും ഈ കൊറോണ. അപ്പൊ അത്ര വൃത്തികെട്ട ഒരുത്തനാണോ യേശു കർത്താവ്? ഇപ്പൊ വേദവസത്തിലെ വാക്യങ്ങൾ എടുത്തോണ്ട് ഇപ്പൊ വരുമെന്ന് എനിക്കറിയാം. അങ്ങനെ വന്നാൽ കൃത്യമായിട്ട് മറുപടി തരാൻ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനത് സംസാരിക്കുന്നത്. ലോകത്തിലെ ഒരു നേതാവ് വന്നപ്പോൾ ആ പട്ടണത്തെ മനോഹരമാക്കിയെങ്കിൽ നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയിലും ഭൂമി മനോഹരമായിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞ സകല കാര്യങ്ങളും യഥാസ്ഥാനത്താകുന്ന കാലം തികയുവോളം ദൈവം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു എന്ന്. സോ എവറിത്തിങ് ഹാസ് ടു ബി പെർഫെക്റ്റഡ്, എവറിത്തിങ് ഹാസ് ടു ബി ഫുൾഫിൽഡ്. സോ ഇന്ന് കാണുന്ന ഒരു പ്രതിസന്ധിയും യേശുവിന്റെ വരവിന്റെ അടയാളങ്ങളല്ല. തെറ്റിദ്ധരിക്കരുത്. ഭയത്തിൽ നിന്ന് ജനം സ്വതന്ത്രമാകുക. ഇങ്ങനെ മനുഷ്യനെ തെറ്റിദ്ധരിക്കുന്ന ആളുകൾക്കെതിരെ ദൈവം നടപടി എടുക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. നമ്മൾ ഇനി കുറച്ചും കൂടെ ആഴമായിട്ട് ഈ വിഷയത്തെ വളരെ ചുരുങ്ങിയ ചില നിമിഷങ്ങൾ കൂടെ ചിന്തിക്കാം. ഒന്ന്, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ ബൈബിളിൽ കാണുന്നത് വാഴുവാനായിട്ട് അവനെ സൃഷ്ടിച്ചു. അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവം നമ്മൾ 115 സങ്കീർത്തനം 15 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് സ്വർഗം ദൈവത്തിന്റെ സ്വർഗമാകുന്നു, ഭൂമിയെയോ അവൻ അത് മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഗോഡ് നമ്മൾ ബൈബിളിലെ ദൈവം, ഈ ചില ആളുകൾ എന്ന് പറയും സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇത് ആക്ച്വലി വന്നത് ദിസ് ഇസ് നോട്ട് ദ ട്രൂ, തെറ്റിദ്ധരിക്കരുത്, ദിസ് ഇസ് നോട്ട് ദ ട്രൂ റെവലേഷൻ അബൌട്ട് ഗോഡ്. ട്രൂ റെവലേഷൻ അബൌട്ട് ഗോഡ് അല്ല. ഈ സർവ്വവ്യാപിയാണ്, അത് ഞാൻ വിശ്വസിക്കുന്നു, ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപനും. പക്ഷെ ആ തിയോളജിക്കൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റോങ് ഐഡിയോളജി അബൌട്ട് അവർ ഗോഡ്. ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിയും. അടുത്ത ചോദ്യം, ദൈവത്തിന് പാപം ചെയ്യാൻ കഴിയുമോ? പറ്റില്ല. ദൈവത്തിന് സകലതും കഴിയും. ദൈവത്തിന് ആരെങ്കിലും കൊല്ലാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ദൈവത്തിന് എല്ലാം ചെയ്യാൻ പറ്റും. ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തൂക്കിക്കൊന്നില്ലേ 4 പേരെ? ഡൽഹിയിലെ പെൺകുട്ടിക്കെതിരെ
തിന്മ ചെയ്ത. അപ്പൊ ആ ദൈവം അറിഞ്ഞുകൊണ്ടാണോ അത് ചെയ്തത്? അപ്പൊ നമ്മൾ ദൈവത്തെ ഇതിനകത്ത് എടുത്ത് പിടിച്ചിടരുത്. ഭൂമി ദൈവം മനുഷ്യർക്കാണ് അധികാരം കൊടുത്തത്. മനുഷ്യർക്കാണ് അധികാരം കൊടുത്തത്. നമ്മൾ ജെനസിസ് ചാപ്റ്റർ 2 വേഴ്സ് 4-5 പറയുന്നത് എങ്ങനെയാണ്? ഭൂമിയിൽ നിന്ന് വൃക്ഷാദികളൊന്നും മുളച്ചിരുന്നില്ല. കാരണം ദൈവം ഭൂമി മഴ പെയ്ച്ചിരുന്നില്ല. കാര്യം ഭൂമിയിൽ വർക്ക് ചെയ്യാൻ മനുഷ്യനില്ലായിരുന്നു. വളരെ പ്രധാനപ്പെട്ട അവിടെ വർക്ക് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന യഥാർത്ഥ എബ്രായ റെൻഡറിംഗ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് എന്നാണ്. അതായത് ഭൂമിയിൽ മാനേജർ ഇല്ലാത്തത് കൊണ്ടാണ്, മാനേജ് ചെയ്യാൻ ഒരാൾ ഇല്ലാത്തത് കൊണ്ട് ദൈവം ഭൂമിയിൽ വിത്തുകളെ വിളപ്പിച്ചിരുന്നില്ല എന്നാണ്. സോ ഗോഡ് ക്രിയേറ്റഡ് മാൻ ആസ് എ മാനേജർ ഓഫ് ദിസ് എർത്ത്. എല്ലാ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാർത്ഥിക്കാൻ വേണ്ടിയും. ചിലർ പറഞ്ഞു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാധിക്കാൻ. അത് ഈ ആരാധന ഭൂതങ്ങളുടെ ഒരു പ്രഖ്യാപനമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാധിക്കാൻ വേണ്ടി അല്ല. നിങ്ങൾ എങ്ങനെ എടുത്താലും എനിക്ക് കുഴപ്പമില്ല. ഗോഡ് നെവർ ക്രിയേറ്റഡ് എനി സിംഗിൾ ഹ്യൂമൻ ബീയിങ് ഫോർ വർഷിപ്പ്. കാരണം അങ്ങനെ ദൈവത്തിന് ആരാധന കൊതിയില്ല. അത് തൃത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിലാക്കിയാൽ നമുക്കറിയാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആരാധിക്കാൻ വേണ്ടി അല്ലെന്ന്. അപ്പൊ സഭകൾ കൂടുന്ന സഭ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എക്ലീഷ്യ. എക്ലീഷ്യ എന്ന വാക്കിന്റെ അർത്ഥം റൂളിംഗ് അസംബ്ലി എന്നാണ്. സിറ്റിസൺസ് റൂളിംഗ് അസംബ്ലി എന്നാണ്. സിറ്റിസൺസ് റൂളിംഗ് അസംബ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ പിണറായി, ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും കൂടെ കൂടി ഒരുമിച്ച് ട്രിവാൻഡ്രത്ത് നിയമസഭയിൽ നടത്തുന്ന ആ കാര്യാലോചന മീറ്റിംഗിന്റെ പേരാണ് എക്ലീഷ്യ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. കേരള സഭ എങ്ങനെ ഫംഗ്ഷൻ ആകുമോ അതുപോലെ യേശുക്രിസ്തുവിന്റെ രാജ്യത്തെ നിയമസഭയുടെ ഫംഗ്ഷനാണ് ഓരോ സഭായോഗങ്ങളും. അല്ലാതെ കാലുവേദന, മുട്ടുവേദന, കുറെ പാട്ടും ബഹളവും മാത്രമല്ല അതിനകത്ത്. ഓരോ സഭായോഗങ്ങളും വിളിച്ച് വേർതിരിക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. അവിടെ എടുക്കുന്ന തീരുമാനമാണ് ഈ ഭൂമിയിൽ സംഭവിക്കുന്നത്. ഇന്നിവിടെ നടക്കുന്ന മുഴുവൻ ഈ കാരണം ദൈവമല്ല, മറിച്ച് ഈ ഭൂമിയിൽ ഇന്ന് നിലനിൽക്കുന്ന സഭയാണ്. ഞാൻ ഈ പറയുന്ന പ്രഖ്യാപനത്തിന് ഉത്തരവാദിത്തോടെ ഞാൻ പറയുന്നത്, ഇന്ന് നമ്മൾ കാണുന്ന മുഴുവൻ തിന്മയ്ക്കും കാരണം ഈ ഭൂമിയിൽ ഇന്ന് ഫംഗ്ഷൻ ചെയ്യുന്ന ഉത്തരവാദിത്തമില്ലാത്ത സഭയാണ്. The church is the reason for all the evil in this world. The church is the reason. Because church is not functioning in the right proper way. ഈ ഭൂമി മനുഷ്യർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. മാനേജറായിട്ടാണ് ദൈവം ആദ്യത്തെ മനുഷ്യർ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ആകാശത്തിലെ പറവ, ഭൂമിയിലെ മൃഗങ്ങൾ, സമുദ്രത്തിലെ മത്സ്യം ഇവയെ വാഴണം. ഇതാണ് റിസോഴ്സസ്. ദീസ് ആർ ദ റിസോഴ്സസ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതാണ് ഈ റിസോഴ്സിനെ വാഴണം. ഇതിനെ മാനേജ്മെന്റ്. സോ ഈ ക്രിയേഷൻ, ദീസ് ആർ ദ മണി, ദീസ് ആർ ദ പൊസഷൻസ്, ദീസ് ആർ ദ മണി. ഇത് സമ്പത്താണ്, ഇത് ഇൻഹെറിറ്റൻസ്. ഇതിനെ ഡോമിനേറ്റ് ചെയ്യണം, ഇതിനെ മാസ്റ്റർ ചെയ്യണം, ഇതിനെ മാനേജ് ചെയ്യണം. അപ്പൊ നമുക്ക് ചർച്ചിൽ നമ്മുടെ ഓരോരുത്തരും വളർന്നു വരുന്നത് സത്യത്തിൽ ഒരു മാനേജ്മെന്റ് സ്കൂളിൽ നടക്കുന്ന കാര്യമാണ് സഭയിൽ നടക്കേണ്ടത്. ഈച്ച് ആൻഡ് എവറി ബിലീവർ ഹാസ് ടു ബി എ മാനേജർ. If you are a manager here, God will pour His rain upon. നമുക്കിവിടെ സിസ്റ്റം, നമ്മുടെ സിസ്റ്റം നമ്മൾ പാടാൻ, പ്രാർത്ഥിക്കാൻ, കൈയടിക്കാൻ ആളുകളെ വിളിക്കല്ലേ? നമ്മൾ അങ്ങനെയല്ലേ വിളിക്കുന്നത്? സഭ. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, ഇന്ന് നമ്മൾ കാണുന്ന മുഴുവൻ ഇരുളിന്റെ കാരണം പ്രകാശിക്കാത്ത ലൈറ്റുകളാണ്. ഇന്നിവിടെ നമ്മൾ കാണുന്ന രുചികരമല്ലാത്ത കാരണം ഉപ്പായിരിക്കേണ്ടവൻ ഉപ്പാകാതെ കാരമില്ലാത്ത ഉപ്പുകളായതുകൊണ്ടാണ്. അല്ലാതെ പിശാച് വലുതായതുകൊണ്ടും യേശു വരാൻ പോകുന്നത് കൊണ്ടും അന്തിക്രിസ്തു വരുന്നത് ഒന്നുമല്ല. ഇന്ന് എങ്ങനെങ്കിലും ഈ യേശുക്രിസ്തുവിന്റെ ഹാർട്ട്, ഞാൻ പറയാം, യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ഇന്ന് നടക്കുന്നത് സഭയിലൂടെ അല്ല. ഇന്ന് കേരളത്തിലെ ഗവൺമെന്റിലൂടെ നടക്കുന്നത്.
ഇവിടുത്തെ മുഖ്യമന്ത്രിയിലൂടെയും ആരോഗ്യ പ്രവർത്തകരിലൂടെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹാർട്ട് ചലിക്കുന്നത്. ഇവിടുത്തെ IAS IPS ഉദ്യോഗസ്ഥരാണ് ഈ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ദൈവരാജ്യത്തിന്റെ ഡോമിനേഷൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നമ്മൾ പള്ളികൾ ഞായറാഴ്ച കൂടുന്ന കൂട്ടമായിട്ട് അതമ്പതിച്ചതിന്റെ തെളിവാണിതൊക്കെ. ഇത് പിശാചിന്റെ പുറത്തും ദൈവത്തിന്റെ പുറത്തും വിടരുത്. ഭൂമിയുടെ അധികാരം മനുഷ്യനാണ്. അതുകൊണ്ടാണ് പത്രോസിനോട് കർത്താവ് പറഞ്ഞത്, ഞാൻ നിനക്ക് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ കൈത്തരികയാണ്. താക്കോലുകൾ, കീസ്. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയും. ആ വാക്യത്തെ ശ്രദ്ധിച്ച് നോക്കിയേ, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവിടുത്തെ രീതിയിലാണ് അവിടെ ചലിക്കാൻ പോകുന്നത്. അതായത് ഹെവന്റെ മോഡിൽ അല്ല നീ ഇവിടെ ചലിക്കാൻ പോകുന്നത്. യു ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. യു ഹാവ് ടു ആക്ട് ആസ് യുവർ മാനേജർ. ഇവിടെ നീയാണ് മാറ്റങ്ങൾ ചെയ്യേണ്ടത്, നീയാണ് തുറക്കേണ്ടത്, നീയാണ് അടയ്ക്കേണ്ടത്, നീയാണ് ബന്ധിക്കേണ്ടത്, നീയാണ് ലൂസ് ചെയ്യേണ്ടത്. ഹെവനെ കുറ്റം പറയ, ദൈവമില്ലെന്ന് പറയാൻ കുറച്ച് ആളുകൾ, ദൈവം ഉറങ്ങിയോ എന്ന് പറയാൻ കുറച്ച് ആളുകൾ, ദൈവം ഇത്ര ക്രൂരാണെന്ന് പറയാനുള്ള ആളുകൾ, ദൈവം കോപിച്ചു എന്ന് പറയുന്ന കുറച്ച് ആളുകൾ, ദൈവത്തെ വിഷയത്തിൽ വിട്. ഉത്തരവാദിത്വമില്ലാത്ത മനുഷ്യൻ. They are the reason for all this evil in this world. ഇതിന്റെ നടുവിൽ, ഈ അന്ധകാരത്തിന് നടുവിൽ പ്രകാശഗോപുരമായി നിൽക്കേണ്ട സഭ ലക്ഷ്യം തെറ്റി ഓടുകയാണ്. ഇവിടെയാണ് നമ്മൾ ഈ ഒരു പ്രധാന സന്ദർഭത്തിൽ ഇരുന്ന് തീരുമാനിക്കണം. Where is the light? എവിടെ പോയി നമ്മുടെ പ്രകാശം? നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ചു നോക്കിക്കേ. എഫേസ്യ ലേഖനത്തിലെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തെ കുറിച്ച് കൊടുത്തിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിക്കാം. 6-ാമത്തെ വാക്യം, 8-ാം വാക്യം. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഈ സ്വർഗത്തിൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചിന്ത ഉടനെ നമ്മൾ ഈ നക്ഷത്രങ്ങൾ, ഹെവൻ എന്ന് പറഞ്ഞാൽ ഹയർ പ്ലേസസ് എന്നർത്ഥം. അതായത് ഉയർന്ന തലങ്ങളാണ്. ഉയർന്ന തലങ്ങളിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. അപ്പൊ ചർച്ച് ഈസ് ക്യാരിയിങ് ദ മാനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ്. ഇവിടെ നമ്മൾ കാണുന്ന ഈ റൂളേഴ്സിന്, ഈ കാണുന്ന അധികാരികൾക്കൊക്കെ ഈ മഹാജ്ഞാനം വെളിപ്പെടേണ്ടത് അവിടുത്തെ വിശുദ്ധ സഭ മുഖാന്തരമാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ദൈവത്തിന്റെ സഭയെ ഹൃദയത്തിനകത്ത് വെച്ചുകൊണ്ടാണ് പറയുന്നത്. ദ ചർച്ച് ഹാസ് ടു ഗീവ് ദ മാനിഫോൾഡ് വിസ്ഡം. സഭയാണ് ഇതിന് മറുപടി കൊടുക്കേണ്ടത്. ഇങ്ങനൊരു ക്രൈസിസിൽ എങ്ങനെയാണ് ചലിക്കേണ്ടതെന്ന് സഭ പറയണം. 2-ാം നൂറ്റാണ്ടിലെ ചരിത്രം നിങ്ങൾ വിക്കിപീഡിയയിൽ വായിച്ചാൽ മതി. 2-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഇന്ന് കാണുന്നതിനേക്കാൾ വലിയൊരു ബാധ റോമൻ എംപയറിലുണ്ടായി. റോമൻ എംപയറിൽ 4-ൽ 1 കൊല്ലപ്പെട്ടു. ഒരു ദിവസം 5000 പേരോളം റോമൻ സാമ്രാജ്യത്തിൽ കൊല്ലപ്പെടുകയാണ്. മരിച്ച് രോഗികളാകുന്ന ആളുകളെ റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. മരിക്കുവാനുള്ള ആളുകളെ റോഡിൽ കളഞ്ഞിട്ട് പോകുന്നു. ശവമടക്കാൻ ആളില്ല. അങ്ങനെ റോഡിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ ജനത്തെ റോഡിൽ നിന്നെടുത്ത് ശുശ്രൂഷിച്ചത് അന്നത്തെ ക്രിസ്ത്യാനികളാണ്. ഇത് വിക്കിപീഡിയയിൽ നിങ്ങൾ നോക്കണം. ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ മരിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അവിടെ 100 പേർ മരിക്കുമ്പോൾ ഇതിനകത്ത് ഒരാൾ മരിക്കുന്നുണ്ട്. പക്ഷേ അന്ന് ഡെയിലി 5000 പേർ കൊല്ലപ്പെട്ട മഹാപ്ലേഗിൽ അന്ന് റോമൻ എംപയറിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നത് യേശുവിന്റെ സഭയാണ്, ക്രിസ്ത്യാനികളാണ്. റോഡിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയവർക്ക് അന്നം കൊടുത്തതും അവരെ പരിരക്ഷിച്ചതും ക്രിസ്ത്യാനികളാണ്. ഇങ്ങനൊരു ചരിത്രമുണ്ട് 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക്. അല്ലാതെ ആകാശം മുട്ടു നിൽക്കുന്ന വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി അതിനകത്ത് ധൂപം കാട്ടുന്നതല്ല ക്രിസ്തുവേശുവിന്റെ സഭയുടെ ദൗത്യം. അല്ലെങ്കിൽ കോടിക്കണക്കിന് വലിയൊരു ത്ത് കീബോർഡ് വായിക്കുന്നതല്ല ക്രിസ്തുവിന്റെ സഭയുടെ ദൗത്യം. ക്രിസ്തുവിന്റെ സഭ ഉണരണം. ലോകം മുഴുവൻ അടക്കപ്പെട്ടിരിക്കുന്ന ഈ കാലത്ത് ബോധവാന്മാരായി ക്രിസ്തുവിന്റെ സഭ ഉണരണം.
2-ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ ബാധ വരുമ്പോൾ 50 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട ആ ബാധയിൽ അന്നത്തെ ഏറ്റവും വലിയ പരിചാരകർ യേശുവിനെ വിശ്വസിച്ച ദൈവമക്കളായിരുന്നു. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കാൻ യേശു പഠിപ്പിച്ചപ്പോൾ അത് വിശ്വസിച്ച് അതിനുവേണ്ടി നിന്ന അന്നത്തെ ക്രൈസ്തവരായിരുന്നു ഇവരെ ശുശ്രൂഷിക്കാനായിട്ട് മുമ്പോട്ട് പോയത്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകത്തെ ആരോഗ്യ പ്രവർത്തകർ ചെയ്യുന്ന ജോലി അന്ന് യേശുവിന്റെ സഭയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് റോമൻ എംപയറിൽ ക്രിസ്ത്യാനിയുടെ വാല്യൂ കൂടുകയായിരുന്നു. റോമൻ ഗവൺമെന്റിന് പോലും സമ്മതരായി മാറി ക്രിസ്ത്യാനികൾ. അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യങ്ങളിൽ ഇന്ന് ലോകം നശിക്കുമ്പോൾ നമുക്ക് കുറ്റം പറയാം. നമുക്ക് ഉടനെ യേശു വരാറായി എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗം നിർത്തുക. നമ്മൾ പ്രകാശഗോപുരങ്ങളായി നിൽക്കേണ്ടവരാണ്. നമ്മുടെ സഹോദരൻ പട്ടുപോകാതിരിക്കാൻ അവൻ ഉപ്പായി നിൽക്കേണ്ടവരാണ്. നമ്മൾ പ്രാർത്ഥനയിലും കൈത്താങ്ങുകളിലും അവൻ ഏതെല്ലാം നിലയിൽ സഹായം ചെയ്യാൻ പറ്റുമോ ആ സഹായം ചെയ്യാൻ പറ്റുന്ന നിലയിലൊക്കെ ആ ആളിനെ ഹെൽപ്പ് ചെയ്യേണ്ടവരാണ് നമ്മൾ. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ കാരണം, ഈ ഭൂമിയുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ദൈവം മനുഷ്യനാണ് ഏൽപ്പിച്ചിരുന്നത്. മനുഷ്യനാണ് ഇതിന്റെ റിസോഴ്സിന്റെ മാനേജർ, മനുഷ്യനാണ് ഇതിന്റെ അധികാരി, മനുഷ്യനെയാണ് ദൈവം ഇത് ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ ഇവിടെ നടന്ന എല്ലാ ദൈവപ്രവൃത്തിയുടെയും പിറകിൽ ദൈവം ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തു. 430 വർഷത്തെ അടിമത്തം കളഞ്ഞ് ഇസ്രായേലിനെ മിസ്രൈമിലേക്ക് ദൈവം കൊണ്ടുവരാനുള്ള പദ്ധതി ഇടുമ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ട് പറയുക, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമാണ്. ഞാൻ യാക്കോബിന്റെ ദൈവമാണ്. ഈ ജനത്തിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ സങ്കടം ഞാൻ അറിയുന്നു, അവരെ രക്ഷിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. എങ്കിൽ പിന്നെ രക്ഷിക്കുന്നെന്ന് പറഞ്ഞ അല്ല, രക്ഷിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം മോശയോട് പറയാ, ആകയാൽ നീ പുറപ്പെടണം. ഈ ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ വന്ന് പ്രത്യക്ഷനായി സംസാരിക്കുന്ന ദൈവത്തിന് എന്തേ ഫറവോന്റെ അടുക്ക പോയി പറയാൻ വയ്യാത്ത? എന്താ ഫറവോനോട് പോയി ഫറവോനെ എന്റെ ജനത്തെ വിടാൻ പറയാതെ? ഫറവോൻ അന്നേരം വിട്ടേനെ. പക്ഷെ ദൈവം അത് ചെയ്യത്തില്ല. കാരണം ദൈവത്തിന് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. കാരണം ദൈവം പറഞ്ഞ വാക്കിനെ മാറ്റാത്തവനാണ്. ഭൂമിയിൽ മനുഷ്യൻ വാഴണം എന്നത് ദൈവത്തിന്റെ പ്രോട്ടോകോളാണ്. ഗോഡ് വിൽ നെവർ തന്റെ വേർഡിനെ കടന്ന് ദൈവം പോകത്തില്ല. ദൈവം തന്റെ വചനത്തെ, താൻ പറഞ്ഞ വേർഡിനെ കടന്ന് ദൈവം അപ്പുറത്ത് പോകത്തില്ല. ഭൂമിയുടെ അധികാരി മനുഷ്യനാണെങ്കിൽ മനുഷ്യന്റെ പെർമിഷൻ, ആ വാക്കുകളെ നിങ്ങൾ തെറ്റായിട്ട് ധരിക്കരുത്, മനുഷ്യൻ പെർമിഷൻ കൊടുക്കാതെ, മനുഷ്യന്റെ ലൈസൻസിലല്ലാതെ God will never move over this land. ഞാൻ ദൈവത്തെ ചെറുതാക്കല്ല, ഞാൻ ദൈവത്തിന്റെ വാക്ക് പവർഫുൾ ആണെന്ന് തെളിയിക്കുക. God is so much great because when he speak, അവൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ he cannot change. So അവന്റെ വേർഡ് അവന്റെ സകല നാമത്തെക്കാൾ അവന്റെ വചനത്തെ അവൻ മഹിമപ്പെടുത്തിയിരിക്കുന്നു. So above his name the word is there. So God cannot deny his word. So God said, humanity, man, he is the manager of this earth. He has to dominate this earth. He is the owner. He is the manager of this earth. So God will never change his word. That's why, അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കേ, ദൈവം ഡയറക്റ്റ് വന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല, മറിച്ച് മനുഷ്യന്റെ ഹെൽപ്പിലൂടെയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും നമ്മളോട് പറയുന്നത് എന്തിനാ? ദൈവം പ്രാർത്ഥിക്കാൻ പറഞ്ഞേ? സ്വർഗസ്ഥനായ പിതാവിന് ഇതെല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് പിന്നെയും പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എന്തിനാ? Of God, you have to give license to God. തെറ്റിദ്ധരിക്കല്ലേ, ഈ വാക്കുകളെ മുറിച്ചെടുത്ത് അറിവുകേടിൽ നിങ്ങൾ ചിന്തിക്കാൻ പോകരുത്. നിന്റെ ലൈസൻസിലെ ദൈവയുടെ മൂവ് ചെയ്യത്തുള്ളൂ. ദൈവം ചലിക്കത്തില്ല. നീ കരയുന്നത് ദൈവത്തിന് അറിയാം, പക്ഷെ നീ പ്രാർത്ഥിക്കാമെങ്കിൽ, അതെ, ഉദാഹരണം പറയാം. 2 കണ്ണും പൊട്ടനായ ബർത്തിമായ ദൈവപുത്രനോട്, ദൈവപുത്രനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ആ ചോദ്യം ചോദിച്ചു നോക്കി. 2 കണ്ണും കാണാതെ നിലവിളിച്ചിരുന്ന പൊട്ടക്കണ്ണനോട് പറയുകയാണ്, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ, ഐ വാണ്ട് യുവർ പെർമിഷൻ ടു ഹീൽ യു. 38 വർഷം കുളക്കരയിൽ കിടന്നവനോട് പറയുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? സോ വിതൗട്ട് യുവർ പെർമിഷൻ ഗോഡ് വിൽ നോട്ട് മൂവ്. ദൈവത്തെ കുറ്റം പറയരുത്. ദൈവം നിങ്ങൾ ബൈബിളിലെ മൊത്തം അത്ഭുതങ്ങൾ നോക്കി. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞില്ലെന്ന് യേശുവിന് അറിയില്ലേ? അറിയാം. പക്ഷെ അമ്മ മറിയ അകത്തുനിന്ന് പുറത്തു വന്നിട്ട് അവർക്ക് വീഞ്ഞില്ല എന്ന കാര്യം ഹ്യൂമൻ ഇന്റർവെൻഷൻ അതിനകത്തുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ഇടപെടൽ അതിനകത്ത് വന്നപ്പോഴാണ് അവിടെ മിറക്കിൾ സാധ്യമായത്.
അതാണ് സാധ്യമായത്. മനുഷ്യന്റെ ഇടപെടൽ. അപ്പൊ ഇന്ന് ഇവിടെ കാണുന്ന മുഴുവൻ തിന്മയുടെ പുറകിലും ദൈവത്തിന്റെ കൈയില്ല, മറിച്ച് മനുഷ്യന്റെ തന്നെ കൈയാണ്. എങ്കിലും ദൈവത്തിന്റെ സഭ ഇവിടെ വിളക്കായി ഭൂമിയുടെ ഉപ്പായി നിൽക്കുമ്പോൾ മനുഷ്യനെ സഹായിപ്പാൻ ദൈവം 100% മനസ്സുള്ളവനാണ്. ഈ ബാധകൾ അവസാനിക്കും. ഈ പ്രതിസന്ധികൾക്ക് വേഗം അവസാനം ഉണ്ടാകും. മനുഷ്യൻ നിരൂപിക്കുന്ന പോലെ ഇത് പോകത്തില്ല. ഞാനിത് പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ. മനുഷ്യന്റെ ചിന്ത പോലെ ഇതിങ്ങനെ നശിച്ചങ്ങ് അവസാനിക്കത്തില്ല. ഇതിന്റെ മേലൊരു ദൈവത്തിന്റെ ഡിവൈൻ കൺട്രോൾ ഉണ്ടാകും. 100% ഒരു ഡിവൈൻ കൺട്രോൾ ഉണ്ടാകും. 100% ഒരു ഡിവൈൻ കൺട്രോൾ ഉണ്ടാകും. ദൈവത്തിന്റെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവത്തിന്റെ ഒരു ഡിവൈൻ എൻകൗണ്ടർ ഈ വിഷയത്തിലുണ്ടാവും. പക്ഷേ നമ്മൾ സഭ ഇനി അറിയേണ്ട കാര്യം, ആർ യു ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ആർ യു ദ സാൾട്ട് ഓഫ് ദിസ് എർത്ത്? നമ്മൾ ഈ ഒരു നിലയിൽ തിരിച്ചു വരണം. ലോകത്തിന് പ്രകാശമാണ്. ഈ സിസ്റ്റത്തിന്റെ വെളിച്ചമാണ് ദൈവത്തിന്റെ സഭ. ഈ ഭൂമിയുടെ രുചി കൊടുക്കുന്ന ഉപ്പാണ് കർത്താവിന്റെ സഭ. നമ്മൾ നമ്മുടെ ദൗത്യത്തിലേക്ക് തിരിച്ചു. കർത്താവിന് സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പറയാം, മാനേജ്മെന്റ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് മാനേജ്മെന്റ്. വൈ ഫാമിലി പ്രോബ്ലം? ലാക്ക് ഓഫ് മാനേജ്മെന്റ്. എന്തുകൊണ്ടാണ് സൊസൈറ്റി തകരുന്നത്? മാനേജ്മെന്റ് പ്രോബ്ലമാണ്. സമ്പത്ത് നശിച്ചു പോകുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ ഭൂമിയിൽ കഴിഞ്ഞ നാളിൽ ഭൂമിയിൽ നമുക്കറിയാം വലിയ റെസിഷൻ വന്നു. ഇന്ത്യയില് വലിയ സാമ്പത്തിക മാന്ദ്യം നമ്മൾ കണ്ടു. നിങ്ങൾ ഇത് ചിന്തിക്കാൻ വേണ്ടിയാ. ഇന്ത്യയുടെ എക്കണോമി താന്നു. ഞാൻ ചോദിക്കുന്നു, ഇന്ത്യയിൽ നിന്ന് 1 രൂപ വേറെ രാജ്യക്കാരെ മോട്ടിച്ചോണ്ട് പോയോ? ചിന്തിക്കാൻ കഴിവുള്ളവർ ചിന്തിക്കും. ഇന്ത്യയിലെ 1 രൂപ പാകിസ്ഥാൻ മോട്ടിച്ചോണ്ട് പോയോ? ബംഗ്ലാദേശുകാർ മോട്ടിച്ചോണ്ട് പോയോ? ചൈനക്കാർ മോഷ്ടിച്ചോണ്ട് പോയോ? അമേരിക്കക്കാർ ഇന്ത്യയിലെ പണമെല്ലാം എടുത്തോണ്ട് പോയോ? ഇന്ത്യയിലെ 1 പൈസ പോലും ഇന്ന് വരെ ഇന്ത്യക്ക് നൗട്ട് പോയിട്ടില്ല. ഇന്ത്യയിലെ മുഴുവൻ ധനവും ഇന്ത്യയിലുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇന്ത്യ സാമ്പത്തികമായി താഴെ പോയി? ബിക്കോസ് ഓഫ് മിസ്മാനേജ്മെന്റ്. മിസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ 1 രൂപ പോലും ഈ ഇന്ത്യ ഇട്ടിട്ടില്ല. പക്ഷെ ഇന്ത്യ തന്നെ പണമുണ്ട്. എന്തിയ പണം? ഈ പണം ഒരു റോങ് പേഴ്സൺസിന്റെ കയ്യിലിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ജോസഫ് എടുത്ത തീരുമാനം നല്ലതാണ്. ജോസഫ് കാരണം ഇന്ത്യയിലെ ഗവൺമെന്റിന്റെ കയ്യിലെ പണം സാധാരണക്കാരന്റെ കയ്യിലോട്ട് പോകും. അല്ലെങ്കിൽ ഗവൺമെന്റ് തനിക്കുള്ളതെല്ലാം സിറ്റിസൺസ് വിൽക്കുക. അങ്ങനെയുള്ള ഒരു രാജ്യം ഒരു കാലത്തും വളർന്നു വരത്തില്ല. ഞാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനല്ല, പക്ഷെ ബൈബിളിന്റെ ഒരു വ്യവസ്ഥ ഞാൻ പറയാം. ജോസഫ് എങ്ങനെയാണെന്നറിയുമോ മിസ്രൈമിനെ രക്ഷിച്ചേ? ജോസഫ് ആദ്യം താനെ വിതച്ചു, ഇഷ്ടംപോലെ കളപ്പുര ഉണ്ടാക്കി, എല്ലാം ശേഖരിച്ചു. ജനങ്ങൾ ഭക്ഷണത്തിന് വന്നപ്പോൾ അവരുടെ പണം മൊത്തം മനുഷ്യന്റെ കയ്യിലിരുന്ന പണം മുഴുവൻ ഗവൺമെന്റിന്റെ കയ്യിലാണ്. തീർന്നു കഴിഞ്ഞപ്പോൾ അവർ ലാൻഡ് കൊടുത്തു. അങ്ങനെ ലാൻഡ് മുഴുവൻ ഗവൺമെന്റിൻ്റെതായി. അപ്പൊ പണവും ലാൻഡും ഗവൺമെന്റിന്റെ വകയായപ്പോൾ ജനം മൊത്തം ഗവൺമെന്റിന്റെ ഭാഗമായി. സോ ഗവൺമെന്റ് ബിക്കം റിച്ച്. ഒരു ക്ഷാമകാലം കഴിഞ്ഞപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായി ഈജിപ്റ്റ് വളർന്നതിന്റെ കാരണം ഒരു ഗുഡ് മാനേജ്മെന്റ് അവിടെ വന്നതുകൊണ്ടാണ്. ഭൂമിയുടെ മാനേജറാണ് മനുഷ്യൻ. മാനേജ്മെന്റിലെ പ്രശ്നം, നിന്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, യു ആർ ഇൻ എ റോങ് മാനേജ്മെന്റ്. ടൈമിൽ മാനേജ്മെന്റ് ഉണ്ട്, ഫാമിലിയിൽ മാനേജ്മെന്റ്, മണിയിൽ മാനേജ്മെന്റ് ഉണ്ട്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. സഭ ഭൂമിയിലായിരിക്കേണ്ടത്. ചർച്ച് ഈസ് ദ മാനേജർ. പാസ്റ്റേഴ്സിന്റെ സ്ഥലമല്ല സഭ, മാനേജേഴ്സിന്റെ സ്ഥലം. മാനേജർ എന്ന് പറഞ്ഞാൽ ഓണർ ഡിഫറെന്റ് മാനേജറാണ്. മാനേജർ എന്ന് പറഞ്ഞാൽ വേറൊരുത്തിന്റെ പ്രോപ്പർട്ടിയെ മാനേജ് ചെയ്യുന്ന ആളാണ്. That's why in the kingdom of God there is only management. ദൈവരാജ്യത്തിനകത്ത് ഓണർഷിപ്പ് ഇല്ല. ഓണർഷിപ്പിന്റെ മെന്റാലിറ്റി ഉള്ളവർ they cannot continue in the kingdom of God. That's why the Bible says ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്ന പോലെയാണ്. ബിക്കോസ് ധനവാന്റെ കോൺസെപ്റ്റിൽ ഈസ് ദ ഓണർ ഓഫ് മെനി. He cannot enter into the kingdom of God because his management അല്ല, അവന്റെ മൈൻഡിൽ ഓണർഷിപ്പ്. ഒരിക്കലും ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു,
I'm following all your laws, Lord, from the childhood onwards. ജീസസ് പറഞ്ഞു, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം, എന്നിട്ട് എന്നെ അനുഗമിക്കുക. You cannot enter into the kingdom of God as an owner. So we are the managers. We need to manage the resource of God. We need to manage the earth. Church, take the position of a manager. നിങ്ങളുടെ സൊസൈറ്റിയിലെ മാനേജർ ആകണം സഭ. മാനേജിങ് പൊസിഷനിലേക്ക് വരണം. റിസോഴ്സസിനെ മാനേജ് ചെയ്യാൻ, സാഹചര്യങ്ങളെ മാനേജ് ചെയ്യാൻ ഒരു മാനേജ്മെന്റ് മെന്റാലിറ്റി വേണം സഭയ്ക്ക്. God created man not for prayer, not for worship, not for heaven. God created man for the manager, for management of this earth. I believe evil will go one day. ഈ കാണുന്ന ഇരുൾ അവസാനിക്കും, തിന്മ അവസാനിക്കും, ഇവിടുത്തെ മതങ്ങളുടെ മുഴുവൻ പ്രതീക്ഷകളും അവസാനിക്കും. അന്ന് ദൈവത്തിന്റെ രാജ്യമാണ്. സോ ലെറ്റ്സ് സ്റ്റാൻഡ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇന്ന് ഈ പ്രതിസന്ധിയിൽ തളർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഗെറ്റ് റെഡി, ധൈര്യമായിട്ടിരിക്കുക. നിങ്ങളെ തൊടത്തില്ല. അപ്പം ഐ എം നോട്ട് ഫിയറിംഗ് എനിത്തിങ്. ഐ എം പ്രേയിങ് ഫോർ ദ പീപ്പിൾ. ഐ ഡോണ്ട് ഹാവ് എനി ഫിയർ ബിക്കോസ് മൈ മൈൻഡ് ഈസ് നോട്ട് സെറ്റിൽഡ് ഓൺ ദിസ് വേൾഡ്ലി സിസ്റ്റം. My mind is settled on the truth of the word of God. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാകും. കാറ്റും കോളും ക്രിസ്ത്യാനിക്കും വരും, അപ്പുറത്തവനും വരും, ദൈവരാജ്യത്തിലുള്ളവനും എല്ലാവർക്കും വരും. So there is no crisis in the kingdom of God, but the church will go through so many crises. The kingdom will face millions of crises, but there is no crisis in the kingdom of God. So don't fear of anything. Be strong in the word. Stand strong in the word of God. Our mentality has to be changed. ലോകം മൊത്തം പാനിക്കായിട്ട് ഓടുമ്പോൾ you don't go. You do not be a panic. Be strong there. Trust on the Lord Jesus Christ. And show, let us be a light of this world. Let us be a salt of this earth. ഈ ലോകത്തിന് വെളിച്ചമായി, ഭൂമിക്ക് ഉപ്പായി നമുക്ക് മാറാം. കാറ്റും കോളും വരും, but the true buildings, the true persons, the foundation, if your foundation is strong, nothing will change you. Crises will come and go, seasons will come and go, but you will be there. ഒരു വേർഡോടെ പറഞ്ഞു നിർത്താം. ചെക്ക് മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ, 4 chapters. 4 സുവിശേഷങ്ങൾ വായിക്കണം. നിങ്ങൾക്കറിയാമോ, അവിടുത്തെ എല്ലാ അത്ഭുതങ്ങളും നിങ്ങൾ നോക്കണം. എല്ലാ അത്ഭുതങ്ങളും. Every miracles in the gospel is the answer for the crisis. Every miracles in the gospel and acts is the answer of the kingdom of God in the time of crisis. പ്രതിസന്ധിയുടെ നടുവിലുള്ള ദൈവരാജ്യത്തിന്റെ മറുപടിയായിരുന്നു നാം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ വായിക്കുന്ന എല്ലാ അത്ഭുതങ്ങളും. സോ ക്രൈസിസ് ഈസ് ദ ടൈം ഓഫ് സൂപ്പർ നാച്ചുറൽ മിറാക്കിൾസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൈസിസ് അത്ഭുതങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ്. ഇൻ ദ ചൈനീസ്, ഇപ്പൊ ചൈനയിലാണല്ലോ ഇത് ഉണ്ടായത്. യു ചെക്ക് വിത്ത് ദ വേർഡ് ക്രൈസിസ്. ഈ ക്രൈസിസ് ചൈനയിൽ അവർ പറയുന്നത്, ക്രൈസിസ് എന്നത് അവരുടെ ഭാഷയിൽ ഓപ്പർച്യൂണിറ്റി എന്നാണ്. ക്രൈസിസ് is opportunities in China. Crisis is the time of new innovation. Crisis is the incubator of innovation. പുതിയ വഴി തുറക്കാൻ, നിന്റെ പൊട്ടൻഷ്യൽ പുറത്തിറക്കാൻ, നിന്റെ കഴിവിനെ പുറത്തെടുക്കാൻ, നിന്റെ ലാസ്യതയെ മാറ്റി, നിന്റെ അലസത മാറ്റി, നിന്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന നിന്റെ പൊട്ടൻഷ്യലിനെ വെളിയിൽ കൊണ്ടുവരാനുള്ള ഏക വഴി ക്രൈസിസാണ്. ക്രൈസിസാണ് ദൈവരാജ്യം ആൻസർ കൊടുക്കുന്നത് ക്രൈസിസിന് മുമ്പിൽ ദൈവപ്രവൃത്തിയായിട്ടാണ്. So every miracle in the gospel is the result of crisis. സാമ്പത്തികമായിട്ട് വേദനിക്കുന്ന ഒത്തിരി പേർ കാണും. I'm telling you, നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ learn how to manage.
യെസ്, വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ടൈമിൽ നമ്മൾ പഠിക്കണം. ലേൺ ഹൗ ടു ലേൺ ഹൗ ടു മാനേജ് ടൈം. ലേൺ ഹൗ ടു മാനേജ് യുവർ ഫാമിലി. ഞാൻ ഈ പറഞ്ഞ് ശ്രദ്ധിക്കുക. ഒന്ന്, പണത്തെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നിങ്ങൾ ഈ സമയത്ത് പഠിക്കണം. ടൈമിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. എനിക്കൊന്നും ഇതൊരു റൈറ്റ് ടൈമാണ്. യു ക്യാൻ ലേൺ 21 days if you continue something. ഇപ്പം ഞാൻ രാവിലെ 1 ലിറ്റർ വെള്ളം എല്ലാ ദിവസവും കുടിക്കും. അത് ഞാനൊരു ആദ്യം എനിക്ക് പറ്റത്തില്ല. ഒരു 21 days, ഒരു 3 weeks കണ്ടിന്യൂസ് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഇറ്റ് ബിക്കം എനിക്ക് റെഗുലറായി മാറി. സോ എനിക്കൊന്ന് ഈ ഒരു 21 days കൊണ്ട് വി ക്യാൻ ഡു സോ മെനി തിങ്സ്. നമുക്കൊരു പുതിയ വ്യക്തിയായിട്ട് പുറത്തിറങ്ങാൻ പറ്റും. How to manage money, how to manage your family, how to manage your personal life, how to manage your society, your curriculum, so whatever the things you have, learn to manage, because you are a manager. You are not a worshipper. You are not called for prayer. Prayer is needed, worship is needed, but your eternal purpose, your created purpose is management. Bless you, my dear brothers. ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കും. നിങ്ങളുടെ സമയത്ത് നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. യൂസ് യുവർ ടൈം, മാനേജ് യുവർ ടൈം. ഡൊമിനേറ്റ് ചെയ്യും നിങ്ങളുടെ സമയത്ത്. നിങ്ങളുടെ പണത്തെ ഡൊമിനേറ്റ് ചെയ്യും. വലിയ വലിയ ദൈവപ്രവൃത്തികൾക്ക് കർത്താവിൻ്റെ സർവസാക്ഷിയാവും എന്ന് വിശ്വസിക്കും. ഞാൻ പറഞ്ഞല്ലോ, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ദ ആൻസർ ഫോർ എവറി ഈവിൾ തിങ് ഇൻ ദ വേൾഡ്. ഇന്ന് ലോകം എല്ലാം അടച്ചിരിക്കുക. നോ ഹോപ്പ്. എവ്രിബഡി ഈസ് അണ്ടർ ഫിയർ. But in the midst of that fear, in the midst of this crisis, you people of God, be strong in the Lord. Pray for the others. Help others. അവസരം ലഭിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു കൊറോണക്കാരനെ പോയി ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു സാധുവിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരു പൂറിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഡെയിലി കൂലിക്ക് ജീവിക്കുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് അവസരം കിട്ടുന്നെങ്കിൽ, ഗവൺമെൻറ് അങ്ങോട്ട് പോകാൻ സമ്മതിക്കുന്നെങ്കിൽ, പോലീസ് അങ്ങോട്ട് വിടുന്നെങ്കിൽ, rush to that home. Help them. Show the power of the kingdom of God. ട്രാക്റ്റുമായിട്ടല്ല പോകേണ്ടത്, ആഹാരവുമായിട്ട് പോകണം. So let's show our love and compassion towards others. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇൻ ക്രൈസ്റ്റ് ഫെലോഷിപ്പിൽ ഉള്ളവരും ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നു അറിയിക്കുന്നു. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ വലിയ കരുതലും കാവലും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ സ്നേഹമുള്ള ദൈവമേ, ലോകം മുഴുവൻ പ്രതിസന്ധികളിൽ പോലെ അതിനോടൊപ്പമായിരിക്കുന്നു. കാറ്റും കോളും വന്നപ്പോൾ ശിഷ്യന്മാരും ബോട്ടിലുണ്ടായിരുന്നു, നീയും ആ ബോട്ടിലുണ്ടായിരുന്നു. ഇമ്മാനുവേലായി നീയും ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ കർത്താവേ. ഞങ്ങളുടെ രാജ്യം അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയിൽ അതിൻ്റെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിനക്ക് അതിൽ നിന്നൊരു ഉയർപ്പുണ്ടാകും. നീ അതിൽ നിന്ന് പുറത്തു വരും. അങ്ങനെങ്കിൽ ഞങ്ങളുടെ രാജ്യവും ഞങ്ങളുടെ ലോകവും അതിൽ നിന്ന് പുറത്തു വരും. ഇമ്മാനുവേലെ, പ്രത്യാശയുടെ പ്രതീക്ഷയായവനെ, മഹത്വത്തിൻ്റെ പ്രത്യാശയായവനെ, നീ അത്ഭുതങ്ങളുടെ ദൈവമായി നിങ്ങളുടെ രാജ്യത്തിൻ്റെ മഹിമയോടെ വെളിപ്പെടണമേ. നിങ്ങളുടെ രാജ്യത്തെ വെളിപ്പെടുത്തണമേ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ. അനുഗ്രഹിക്കട്ടെ. ഈ ഒരാഴ്ച മുഴുവൻ റീഡ് ദ ബൈബിൾ. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ടൈമിനെ മാനേജ് ചെയ്യുക. ഈ ഒരാഴ്ച മുഴുവൻ നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. മാനേജ് യുവർ ടൈം, ലൈഫ് വിത്ത് യുവർ ചിൽഡ്രൻ. സോ എല്ലാറ്റിന്മേലും ബി എ മാനേജർ. ഡോമിനേറ്റ് ദിസ് ഓൾ. ബി എ വിന്നർ. നമുക്ക് ജയിക്കാം. സർവശക്തിയുള്ള ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. God bless you all.